വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. എന്താണെന്നോ, കക്ക ഇറച്ചിയും ചക്കക്കുരുവും കൂടി വറുത്തരച്ച് വെക്കുന്നൊരു കറിയാണ്. കൊച്ചിക്കാരുടെ ഫേവറേറ്റ് ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ കക്ക ഇറച്ചിയാണ് കേട്ടോ. ഇത് വൃത്തിയാക്കി നീറ്റാക്കിയ കക്ക ഇറച്ചിയാണ്. അത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു ഒരു 300 ഗ്രാം ഉണ്ടാവും. ഇതും ചവരൊക്കെ കളഞ്ഞ് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഏതാണ്ടും കക്ക ഇറച്ചിയുടെ അത്ര തന്നെ ചക്കക്കുരു നമുക്ക് എടുക്കാം, 1/2 കിലോ തന്നെ എടുക്കാം. പക്ഷേ എനിക്ക് ഇത്തിരി ചക്ക കിട്ടിയായിരുന്നു, അപ്പോൾ അത് പൊളിച്ച് റെഡിയാക്കി അതിൻ്റെ കുരുവാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 300 ഗ്രാം ഉണ്ടാവും. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 10-12 അല്ലി ഉള്ളി, ചുമന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ചതച്ചാണ് വെക്കുന്നത്. ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കോന്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-20ഓളം വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി ഇത്തിരി അധികം വേണം, കക്ക ഇറച്ചി ആയതുകൊണ്ട് അത് ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 8-10 ചുമന്നുള്ളി പൊളിച്ചും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അത് നമുക്ക് പീരയിൽ വറുക്കാനുള്ളതാണ്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇത്തിരി വറ്റൽമുളകും കടുകും വേണം ലാസ്റ്റ് ഒന്ന് കറി താളിക്കാനായിട്ട്, അതും കൂടി വേണം. കൂടാതെ ഞാൻ ഒരു ചെറിയ തേങ്ങയുടെ 1 മുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. അധികം ചെറുതല്ല, എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ 1 മുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഇത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇത്തിരി വേറെ നമ്മൾ കക്ക ഇറച്ചിയിൽ വേവിക്കാനായിട്ട് ഇടും. ഇത് അരപ്പിനുള്ള പൊടികളാണ് ഈ എടുത്തിരിക്കുന്നത്. പിന്നെ കൂടാതെ എടുത്തിരിക്കുന്നത് ഒരു 6 ഏലക്ക, ഒരു 8-10 കറയാമ്പ്, ഒരു 5ഓളം പട്ട, ഒരു ചെറിയ തക്കോലം, പിന്നെ ഒരു 30ഓളം കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിക്കാത്ത കുരുമുളകാണ്. 30ഓളം എടുത്തിട്ടുണ്ട്. വേറെ ഇനി പൊടികൾ നമ്മൾ ചേർക്കില്ല. ഇതാണ് മസാലയായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് പീരയിലിട്ട് വറുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കക്ക ഇറച്ചി ആദ്യം ഒന്ന് വേവിക്കും. അപ്പോൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. ആ സമയത്ത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടൊന്ന് കക്ക ഇറച്ചി ആദ്യം ഒന്ന് വേവിക്കും. വേവിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ആ കക്ക ഇറച്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യും. സാധാരണ ഇതിങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി ടേസ്റ്റുമാണ് കറിക്ക്. പിന്നെ കക്ക ഇറച്ചിയല്ലേ, ഇത്തിരി വേവുള്ള സംഭവമാണ്. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇത് വെക്കുന്നത്. ആ ചട്ടിയിൽ തന്നെ ചക്കക്കുരു ഒന്ന് വേവിക്കും. പിന്നെ അരപ്പ് കൂട്ടി കറി റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് കക്ക ഇറച്ചി ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലാണ് നമ്മൾ കക്ക ഇറച്ചി വേവിക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. പച്ചമുളക്, ഈ എടുത്തിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. അല്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതിളക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. കക്ക ഇറച്ചി ആവി കയറുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. കാരണം വെള്ളമൊന്നും ഒഴിക്കാൻ നിൽക്കണ്ട. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. വേറെ പൊടികളൊന്നും ഇടണ്ട. അക്കെല്ലാം അരപ്പിലാണ് ചേരേണ്ടത്. അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി 10 മിനിറ്റോളം ഞാൻ ഇട്ടിരുന്നു, വേവിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടും 10 മിനിറ്റോളം വെന്ത് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ. കക്ക ഇറച്ചി എടുത്ത് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ പീര വറുക്കാൻ പോവാണ്. പീര വറുക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് പീര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൊരിയട്ടെ.
അപ്പോൾ നമ്മുടെ പീര ഒരുവിധം വാടിക്കഴിഞ്ഞു. ഞാനപ്പോൾ ഇത്തിരി അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു മുരിയാൻ വേണ്ടി. അപ്പോൾ ഒരുവിധം കളറ് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ടുകളുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അതും ഈ പീരയുടെ ഒപ്പം കിടന്ന് മൊരിയട്ടെ. അപ്പോൾ നമ്മുടെ പീര ഏതാണ്ടൊക്കെ മൂത്തിട്ടുണ്ട്, മുരിഞ്ഞിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒപ്പം ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ ചൂടിൽ കിടന്ന് പൊടിയൊന്ന് മൊരിയട്ടെ. അപ്പോൾ നമ്മൾ കക്കയിറച്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. സമയത്ത് നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി ഏതാണ്ടൊക്കെ വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ഈ കക്കയിറച്ചി ഒന്ന് ഇതിൽ കിടന്ന് ഒന്ന് റെഡി ആവട്ടെ. കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. നമ്മുടെ കക്കയിറച്ചി ഏതാണ്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം ഗരം മസാല നമ്മളിവിടെ പൊടിച്ചതാണ്, ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കക്കയിറച്ചിമേലൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. നമ്മൾ ഇപ്പം തന്നെ ഇത് തീ ഓഫ് ചെയ്യും. കക്കയിറച്ചി എടുത്ത് കോരി മാറ്റിയതിന് ശേഷം ഇതിൽ തന്നെയാണ് ചക്കക്കുരു വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചട്ടിയിൽ നിന്ന് കക്കയിറച്ചിയൊക്കെ വറുത്തത് മാറ്റി അതിലേക്ക് ഞാൻ ചക്കക്കുരു ഇട്ടു, അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തു, അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചക്കക്കുരുവിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒരു മൂടി വെച്ച് ഒരു വേവ് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഏതാണ്ടൊക്കെ 70% അധികം വന്നിട്ടുണ്ട്. ഇത് കുത്തിയിട്ട് ഇത് കണ്ട പൊടിയുന്നുണ്ട്. അധികം കുഴഞ്ഞ് പൊടിഞ്ഞ് ഇതായിപ്പോൾ വരും. നമുക്ക് കഷ്ണമായിട്ട് തന്നെയൊക്കെ കിട്ടണം കഴിക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചി അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒപ്പം നമ്മുടെ വറുത്തരച്ച അരപ്പിട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ജാറ് കഴുകിയ വെള്ളവും ഈ പാത്രം കഴുകിയ വെള്ളമൊക്കെ കൂടെ ഒഴിച്ച് അരപ്പൊന്ന് കലക്കണം. നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും അരപ്പ് വെച്ച പാത്രം കഴുകിയ വെള്ളവും എല്ലാം കൂടി ഇങ്ങോട്ടൊന്നിട്ട് ഒന്ന് ഇത്തിരി നീട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് തിളച്ച് റെഡിയായി ഒന്ന് വറ്റണം. ഇതിൽ കിടന്ന് അരപ്പിൽ കിടന്നൊന്ന് ഈ ചക്കക്കുരുവും കക്കയിറച്ചിയും ഒന്ന് റെഡിയാകാനുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചക്കക്കുരുവും കക്കയിറച്ചിയും അരപ്പ് കലക്കി റെഡിയാക്കി വെച്ചിട്ട് 10 മിനിറ്റ് അധികമായിട്ടുണ്ട്. നമ്മുടെ ചാറൊക്കെ വറ്റി റെഡിയായിട്ടുണ്ട്, എണ്ണ തിരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവായിരുന്നു, അപ്പോൾ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ഇടാം. ഓക്കെ, നമ്മൾ ഇതിലേക്ക് കടുക് വറുത്തിടാൻ പോവാണ്. അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം ഒഴിച്ചാൽ മതി, ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക്. ഇതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം.
ഉള്ളിയൊക്കെ ആവശ്യത്തിന് നമ്മൾ ഇട്ടതാണ്. ഇനി ഉള്ളിയുടെ ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ഇനി വറ്റൽമുളകും അല്പം കറിവേപ്പില ഇട്ടാൽ മതി. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഈ കടുക് വറുത്തത് നമുക്ക് ഈ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചിയും ചക്കക്കുരുവും കൂടി വറുത്തരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ. ചക്കക്കുരുവും നമ്മുടെ കക്ക ഇറച്ചിയും കൂടി വറുത്തരച്ച് വെച്ച ഒരു കറിയാണ്. കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് കേട്ടോ എന്നെ ഇനിയും വീഡിയോ ഇടാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടെ ബൈ.